കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ത്രിമൂർത്തികളെ താലോലിച്ചവൾ എന്ന കഥയാണ്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് കഥയിലേക്ക് കടക്കാം. അനസൂയ, ക്ഷമയുടെയും ഭക്തിയുടെയും കഥ. ചിലരെ കണ്ടിട്ടില്ലേ, പേര് കേട്ടാൽ തന്നെ അവരുടെ സ്വഭാവവും ഉറപ്പിക്കാം. അങ്ങനെ അസൂയ ലേശമില്ലാത്ത ഒരു തപസ്വിനിയായിരുന്നു അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവി. ഒപ്പം പത്തരമാറ്റ് പതിവ്രതയും. ഇങ്ങനെയുള്ള അനസൂയയുടെ സുചരിതം ദേവലോകത്ത് വരെയെത്തിയപ്പോൾ ത്രിമൂർത്തിമാരുടെ ഭാര്യമാർക്ക് അനസൂയയുടെ മനസ്സാന്നിധ്യം എത്രയുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ചറിയാൻ ആഗ്രഹം തോന്നി. അതിനായി അവർ പറഞ്ഞേച്ചവർ ഒട്ടും ചില്ലറക്കാരായിരുന്നില്ല. സാക്ഷാൽ ബ്രഹ്മാവ്, മഹേശ്വരൻ, വിഷ്ണു മൂവരും ദാ ഇപ്പോ പോയി വരാംന്ന് ഭാര്യമാരോട് പറഞ്ഞ് ഭൂമിയിലേക്കിറങ്ങി അത്രാശ്രമത്തിലേക്ക് പോയി. അവർ അത്രി മഹർഷിയില്ലാത്ത സമയത്താണ് ആശ്രമ പരിസരത്തെത്തിയത്. 3 പേരെയും ഒരുമിച്ച് കണ്ട അനസൂയ ദേവിയുടെ ആഹ്ലാദം അതിരു കവിഞ്ഞഴകി. ഉടൻ തന്നെ അവർ 3 പേരും ദേവിയെ നോക്കി ഭിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടു. അർഘ്യപാദ്യാദികൾ കൊടുത്ത് സ്വീകരിച്ചിരുത്തി ദേവി അവരോട് എന്താണ് ഭിക്ഷയായി വേണ്ടതെന്ന് ചോദിച്ചു. ആ 3 പേരും ഭിക്ഷ ഒരുമിച്ചാണ് ആവശ്യപ്പെട്ടത്. മുലപ്പാൽ. ത്രിമൂർത്തികളുടെ ഭിക്ഷ കേട്ട് അനസൂയ ദേവി നടുങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് സമചിത്തയായി ആ പരീക്ഷണത്തെ അതിജീവിക്കാനൊരുങ്ങിക്കൊണ്ട് മനസ്സിൽ ത്രിമൂർത്തികളെ തന്നെ ധ്യാനിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് 3 പേരെയും ഒന്ന് നോക്കി. ഒരു നിമിഷം. സൃഷ്ടിസ്ഥിതി സംഹാരകന്മാർ ഒരു നൊടിക്കുള്ളിൽ 3 കുഞ്ഞുവാവകളായി മാറി പരിഭ്രമിച്ച് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അത് കണ്ട് ചിരിച്ച ദേവി അനസൂയ വാത്സല്യത്തോടെ മൂവർക്കും മാറി മാറി സ്തന്യം നൽകി അവരെ ഒരൊറ്റ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി. അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരകാരകന്മാർ മൂവരും കുഞ്ഞിക്കണ്ണുകളടച്ച് ആശ്രമത്തിൽ അനസൂയ ദേവി കെട്ടിയ തൊട്ടിലിൽ സുന്ദർ സ്വപ്നങ്ങൾ കണ്ട് ചിരിച്ചുറങ്ങി. മടങ്ങിയെത്തിയ അത്രി മഹർഷി തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന 3 കുഞ്ഞു വാവകളെ കണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് സകലതുമറിഞ്ഞ് അഭിമാനത്തോടെ ഭാര്യയെ നോക്കിച്ചിരിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. ബ്രഹ്മാവിഷ്ണു മഹേശന്മാർ ധർമ്മ സംസ്ഥാപന ചിന്തകളൊന്നുമില്ലാതെ പാൽമണം പരക്കുന്ന കുഞ്ഞുവായ കൊണ്ട് പലതരം ശബ്ദങ്ങളുണ്ടാക്കിയും 4 കാലിൽ ഇഴഞ്ഞും ആശ്രമ പരിസരത്തെ കൂടുതൽ സുന്ദരമാക്കിക്കൊണ്ട് കിടന്നു. ഈ സമയത്തങ്ങ് വൈകുണ്ഠത്തിലും കൈലാസത്തിലും സത്യലോകത്തും ത്രിമൂർത്തികളുടെ അർദ്ധാംഗനിമാർ മൂവരും ഭർത്താക്കന്മാർ മടങ്ങി വരാത്തത് കണ്ടു കുഴങ്ങി. അങ്ങനെ അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലന്വേഷിച്ചെത്തി. ബ്രഹ്മാവിനെ തൊട്ടിലിലും മഹേശ്വരനെ കുഞ്ഞി കൈകാലിട്ടടിച്ച് പായിലും മഹാവിഷ്ണുവിനെ ചിരിച്ചു കുഴഞ്ഞ് അനസൂയ ദേവിയുടെ ഒക്കത്തുമായി കണ്ടുകിട്ടിയപ്പോൾ സരസ്വതിയും ഉമയും ലക്ഷ്മിയും മൂക്കത്ത് വിരലുകൾ വെച്ചമ്പരന്ന് നിന്നു. ശേഷം ആ കാഴ്ചയിങ്ങനെ കണ്ടു നിൽക്കാനാവാതെ പതിഭിക്ഷ തരണമെന്ന് അനസൂയ ദേവിയോട് ആവശ്യപ്പെട്ടു. ദേവി വീണ്ടും ചിരിച്ച് കണ്ണടച്ച് ത്രിമൂർത്തിമാരെ ധ്യാനിച്ചു. ഒരു നിമിഷം. വേദവും കമണ്ഡലവും കൈയിലേന്തി ബ്രഹ്മാവും തൃശൂലവും പുലിത്തോലും ധരിച്ച് മഹേശ്വരനും ഗദാശംഖചക്രധാരിയായി വിഷ്ണുവും തേജോരൂപങ്ങളായി പഴയ പടി വിളങ്ങി. അനസൂയ ദേവിയുടെ സ്വഭാവമഹിമയിൽ സന്തുഷ്ടരായി ത്രിമൂർത്തികൾ അവരോട് ഇഷ്ടവരമാവശ്യപ്പെട്ടു. മാതൃസുഖമനുഭവിച്ചതിനാലായ പോറ്റിയ 3 കുഞ്ഞുവാവകളെ പെട്ടെന്ന് പിരിയാനുള്ള സങ്കടം കൊണ്ട് ആവണം അനസൂയ ദേവി പുത്രലാഭമാണ് വരമായി ആവശ്യപ്പെട്ടത്. അങ്ങനെ ത്രിമൂർത്തിമാരുടെയും അംശങ്ങളെ ഉൾക്കൊണ്ട് ദത്താത്രേയൻ ജനിച്ചു. തങ്ങളുടെ മാതൃസ്ഥാനമലങ്കരിച്ച ദേവി അനസൂയെപ്പോലെ ലോകത്ത് മറ്റൊരു സ്ത്രീയുമില്ലെന്നുറപ്പിച്ച് ത്രിമൂർത്തികൾ സ്വധാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അതെ, അനസൂയെപ്പോലെ അനസൂയ മാത്രം. ഭാരതത്തിന്റെ മാതൃപരമ്പരയുടെ മഹത്വം. ത്രിമൂർത്തികൾക്ക് സ്തന്യമേകിയെ ദേവി അനസൂയയിൽ തുടങ്ങുന്നു. ഇനി അനസൂയ വളർത്തിയ മകനായ ദത്താത്രേയൻ. ആരാണ് ദത്താത്രേയൻ? മൂർത്തിത്രയത്താൽ ദത്തനായതിനാൽ ദത്തനും അത്രിയുടെ മകനായതിനാൽ അത്രേയനുമായവൻ. ജഗത് ഗുരുവാണ്. സത്യവും യഥവും ധർമ്മവും 3 മുഖങ്ങളിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ചൈതന്യരൂപനായ നാഥസമ്പ്രദായത്തിന്റെ നാരായവേരായ യോഗങ്ങൾക്കധിനാഥനായ അവധൂത പരമ്പരയ്ക്കാരംഭം കുറിച്ച ആദി ഗുരു. 3 മുഖങ്ങളും 6 കൈകളുമാണ് ദത്തൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരോരോ മുഖത്തെയും പ്രതിനിധീകരിക്കുന്നു. ദേഹമാകെ വിഭൂതിയണിഞ്ഞ ജടാജൂഢനായ മാന്തോൽ ധരിച്ച ജപമാലയും കമണ്ഡലവും ഡമരുവും തൃശൂലവും ശംഭവും ചക്രവും 6 കൈകളിൽ ധരിച്ച് കാമധേനുവിനോടും 4 നായ്ക്കളോടൊപ്പവുമാണ് ദത്തസ്വരൂപം. ഭാഗവതത്തിൽ പൂർണ്ണ ഗുരുസ്വരൂപനായ ദത്തൻ ജ്ഞാനമേകിയ 24 ഗുരുക്കന്മാരിൽ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും മുതൽക്ക് തേനീച്ചയും നിശാശലഭവും 8 കാലിയും വരെയുണ്ട്. ആദി ഗുരുവിനും ഗുരുവായിരിക്കുന്നത് ഈ വിശ്വപ്രകൃതിയാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ വിശ്വപ്രകൃതിയിലെ ഒരു ശലഭപ്പുഴുവിനെപ്പോലും ഗുരുവാക്കാൻ മടിക്കാത്ത ഒരു ഗുരുവിനെ പരംഗുരുവായി ആരാധിക്കുന്ന സംസ്കൃതിയാണ് നമ്മുടേതെന്നുമുള്ള ആ തിരിച്ചറിവിൽ ഭാരത സംസ്കൃതിയുടെ മഹത്വം പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന്
ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ശുഭദിനം.